السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. ബഹുമാനമുള്ള അൽഫിയ വഫത്തുഹുൽ മുഈൻ ക്ലാസ് റൂമിലെ സദഖിലെ ദർസിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ, ഫത്തുഹുൽ മുഈനിലെ കഴിഞ്ഞ ദിവസം നാം എത്തിയത് അലാ സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി എന്നിടത്തായിരുന്നു. ഹംദ് ചെയ്തു, പിന്നെ സ്വലാത്ത് കൊണ്ടുവന്നു. ആ സ്വലാത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലി. അതിനുശേഷം വരുന്നത് വഅലാ ആലിഹി, ആലിന്റെ മേൽ, നബിയുടെ കുടുംബക്കാരുടെ മേൽ എന്നാണ് പിന്നെ നമ്മളെ ഇബാറത്ത് വരുന്നത്. ആരാണ് ആല്? ആ ആലിന്റെ പ്രത്യേകത എന്താണ്? അതൊക്കെ മനസ്സിലാക്കിയാൽ ആ ആലിനെ പിന്തുടരാനുള്ള ആവേശവും ബോധവും നമുക്കുണ്ടാവും, ഉറപ്പാണ്. മാത്രവുമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ രണ്ടാമത്തെ തൂണാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തില് നമുക്കറിയാം, അത്തഹയ്യാത്തിൽ ഒന്നാമത്തെ അത്തഹയ്യാത്തില് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, രണ്ടാമത്തെ അത്തഹയ്യാത്തിൽ വഅലാ ആലിഹി എന്ന് പറഞ്ഞിട്ട് ഇല്ല എങ്കിൽ ഗുരുതരമാണ്. നിസ്കാരം ലാ യസിഹു, നിസ്കാരം സഹീഹാവൂല. അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആലിന്റെ മേലുള്ള സ്വലാത്ത്, അത് നമ്മുടെ മേലെ വുജൂബായ ഘട്ടമാണ്. എവിടെ? നിസ്കാരത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം. അപ്പൊ ഒരു കിതാബ് തസ്നീഫ് ചെയ്യുന്ന സമയത്ത് അവരുടെയൊക്കെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും സമ്പാദിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം കിതാബിന്റെ രചന മുന്നോട്ട് പോവേണ്ടത്. ആ ഒരു പാഠം നമുക്ക് തരികയാണ്. അപ്പോൾ എപ്പോഴും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ, മനസ്സോടുകൂടെ, ഇഖ്ലാസോടുകൂടെ മുമ്പിൽ വെക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിയുടെ കുടുംബക്കാരെയുമാണ് എന്ന് വളരെ വ്യക്തമായി കിതാബിന്റെ തസ്നീഫുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് വഅലാ ആലിഹി. അതാണ് നാം പറഞ്ഞത് അലാ സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. സയ്യിദിനെ കുറിച്ചും മുഹമ്മദ് എന്ന പദത്തെക്കുറിച്ചും റസൂലിനെ കുറിച്ചും നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി പിന്നെ ആരുടെ മേലും വഅലാ ആലിഹി, വഅലാ ആലിഹി, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരുടെ മേലും ഉണ്ടാവട്ടെ. ആരാണ് ഈ കുടുംബക്കാര്? അതാണ് മനസ്സിലാക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കുടുംബക്കാര് ആരാണ് നമ്മൾ മനസ്സിലാക്കണം. ആ കുടുംബക്കാരെ കുറിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? നമുക്കറിയാം, പരിശുദ്ധ ഖുർആനില് സൂറത്തു അഹ്സാബിൽ കാണാം, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറുക്കും തത്ഹീറ എന്നൊരായത്ത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറുക്കും തത്ഹീറ. ഈ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൊട്ട് രജിസിനെ, ഔസാഖിനെ, മോശത്തെ നിങ്ങളെ തൊട്ടും ഉയർത്തിക്കളഞ്ഞിരിക്കുന്നു. അഹ്ലുൽ ബൈത്ത്, അഹ്ലുൽ ബൈത്ത്, വയുതഹിറക്കും തത്ഹീറ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് പ്രവാചകന്റെ കുടുംബക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ കുടുംബക്കാർക്ക് സകാത്ത് കൊടുക്കൽ ഹറാമാണ്. അതിൽ തന്നെയാണ് മഹാനായ പ്രവാചകന്റെ ഭാര്യമാര് വരും, അതുപോലെ റസൂലുള്ളാഹിന്റെ മക്കള് വരും, റസൂലുള്ളാഹിന്റെ എളാപ്പന്മാര് ഒക്കെ അതിൽ പെടുന്നു എന്ന് വിശദമായിട്ട് നമുക്ക് ഖുർആനെ കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മഹാനായ പ്രവാചകന്റെ ഭാര്യമാര് ഉമ്മഹാത്താണ്. മാത്രവുമല്ല, വീണ്ടും പരിശുദ്ധ ഖുർആനിൽ കാണാം, ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റ, നിങ്ങളോട് ഞാൻ ആ പ്രബോധനത്തിന് മേലൊരു കൂലി ചോദിക്കുന്നില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ
കുടുംബക്കാരിയുള്ള സ്നേഹമല്ലാതെ. അപ്പൊ ഒരു മുഅ്മിനായിട്ട് ഇവിടുന്ന് ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗം പുൽകണമെങ്കിൽ അതിൽ ഉറപ്പാണ് ആ പ്രവാചക കുടുംബത്തോട് സ്നേഹമുണ്ടായിരിക്കണം. അവരോട് ദേഷ്യമോ അവരെ അകറ്റി നിർത്തലോ അവരോട് സ്നേഹപ്രകടനമില്ലാത്ത ഒരു മനസ്സ് വരികയോ ചെയ്താൽ അപകടം തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ തന്ന പ്രഖ്യാപനം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്നാണ്. മാത്രമല്ല കൂടുതൽ ആയത്തുകൾ ആ വിഷയത്തിൽ ഉണ്ട്. ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ തന്നെ കാണാൻ സാധിക്കും. നമുക്കറിയാം, ഖുൽ തആലൂ നദ്ഉ അബ്നാഅനാ വ അബ്നാഅക്കും വ നിസാഅനാ വ നിസാഅക്കും എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ട്. നമുക്കറിയാം അത് ഈ തിർമിദി ഇമാം അതുപോലെ തന്നെ ഹാക്കിം എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് അലിയൻ വ ഫാത്തിമത വ ഹസനൻ വ ഹുസൈനൻ ഇവരെയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഹൗലായി അഹ്ലി, ഇത് എന്റെ അഹ്ലാണ് എന്ന് പറയുകയും ചെയ്തു. അവിടെയാണ് അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് വ യുതഹിറകും തത്ഹീറ എന്ന് പറഞ്ഞ അവിടെ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനെയും ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹയും ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹയും ഒരു പുതപ്പില് ഇങ്ങോട്ട് ചുറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അതും ഒരു ലക്ഷ്യമാണ്. പ്രവാചകന്റെ കുടുംബത്തിന്റെ പരമ്പര ചെന്ന് മുട്ടുന്നത് ഇവരിലേക്കാണ്. അലി റളിയല്ലാഹുവിലേക്കും അലി ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹയിലേക്ക്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിലേക്കാണ്, അൻഹുമ ഇവരിലേക്കാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലായി അഹ്ലു ബൈത്തി, അല്ലാഹുമ്മ ഹൗലായി അഹ്ലു ബൈത്തി, ഇതാണ് എന്റെ കുടുംബക്കാരും, ഫാദിഹി അൻഹും റിജ്സ, അവരെ തൊട്ട് റിജ്സിനെ പൊക്കിക്കളയണേ, വതഹീറഹും തത്ഹീറ, അവരെ ശുദ്ധമാക്കണേ എന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആയത്തുകളുടെ പ്രകടമായ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ആലിനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ പ്രവാചക വചനങ്ങളുമുണ്ട്. മാത്രമല്ല, മുസ്ലിമിമാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അൻ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും എന്താണെന്ന് അറിയുമോ? ഖാതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ ആലിഹി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടുന്ന ഒരു ചെറിയ വിഷയമായതുകൊണ്ട് ഒന്ന് എടുത്തു പറയുകയാണ്. ഖത്തബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലു അലാ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു ഒരു പ്രസംഗം. ബിമാഇൻ യുദ്ആ ഖമ എന്ന് പറയുന്ന സ്ഥലം, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. അതായത് ജുഹ്ഫയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് എന്ന് കിതാബിൽ കാണാം. അവിടെ വെച്ചിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കന്റെയും മദീനയും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ പ്രസംഗം നടത്തി. ഫഹമിദല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ ഹംദ് ചെയ്തു. വ അസ്ന അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞു. വഅല, എന്നിട്ട് ഒരിക്കൽ ഉപദേശം കൊടുത്തു. വദക്കറ, എന്നിട്ട് അതിൽ കുറെ കാര്യങ്ങൾ ഉണർത്തി റസൂലുള്ളാഹി. തുമ്മ ഖാല അല്ലാഹുമ്മ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ബഅദ് എന്ന് പറഞ്ഞതിന് ശേഷം, അല അയ്യുഹന്നാസ്, ഇവിടെ കൂടിയ സമൂഹമേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നമാ അന ബശറുൻ യൂഷിക്കു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ വ അന താരിക്കും ഫീക്കും. അതിലിങ്ങനെ പ്രസംഗിച്ചിങ്ങനെ വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വ അന താരിക്കും ഫീക്കും, നിങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു സകലൈൻ, രണ്ട് കാര്യങ്ങളെ. അവ്വലുഹുമ, അതിൽ രണ്ടിൽ ഒന്ന് കിതാബുല്ലാഹി, അല്ലാഹുവിന്റെ കിതാബാണ്. ഫീഹി, ആ കിതാബിൽ അൽ ഹുദാ വന്നൂർ, അതായത് ഹിദായത്തും പ്രകാശവും അതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫഖുദൂ ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് നിങ്ങൾ പിടിക്കുക. വതമസ്സകൂ ബിഹി, അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു. ഫഹത്ത അലാ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് കിതാബ് കൊണ്ട് പിടിക്കണം, ഖുർആൻ കൊണ്ട് പിടിക്കണമെന്നും അതിൽ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് സുമ്മ ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ അഹ്ലു ബൈത്തി, വ അഹ്ലു ബൈത്തി, ശ്രദ്ധിക്കണം, ഇതാണ് വ അലാ ആലിഹി എന്ന ആ ഒരു പദപ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് തരുന്ന പാഠം, ഒരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിൽ വെക്കാൻ ഈ ക്ലാസ് നമുക്ക് ഉപകരിക്കണം. എന്നിട്ട് പറഞ്ഞു, അഹ്ലു ബൈത്തി, എന്റെ അഹ്ലു ബൈത്ത്, അദ്കുറുകുമുല്ലാഹ് ഫീ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവേ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അദ്കുറുകുമുല്ലാഹ് ഫീ അഹ്ലി ബൈത്തി, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്റെ അഹ്ലു ബൈത്തിന്റെ കാര്യം 2 പ്രാവശ്യം. പിന്നെ പറഞ്ഞു, അദ്കുറുകുമുല്ലാഹ് ഫീ അഹ്ലി ബൈത്തി. അങ്ങനെയാണ്. അപ്പോ അവിടുന്ന് ചോദിച്ചു, അത് ഫഖാല ഹുസൈൻ എന്നവർ ചോദിച്ചു, വമിൻ അഹ്ലി ബൈത്തിഹി യാ വമൻ അഹ്ലി ബൈത്തി യാ സയ്യിദ്,
അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി ഖാല നിസാഉഹു മിൻ അഹ്ലി ബൈതി. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ഇതില് നിങ്ങളുടെ പെൺമക്കള്, അതായത് പെണ്ണുങ്ങൾ പെടുമോ എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി അവർ പെടും എന്ന് തന്നെയായിരുന്നു. നമുക്കറിയാം, ഇനി ശ്രദ്ധിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പര, അത് റസൂലുള്ളാഹിന്റെ കുടുംബം, അത് നമ്മളെ കിതാബിൽ തന്നെ പറയുന്നത് വഅല ആലിഹി എന്ന് പറഞ്ഞാൽ അഖാരിബിഹി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബാദികളാണ്. എങ്ങനത്തെ കുടുംബാദികൾ? അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ. എന്താ എടുത്തു പറഞ്ഞത്? മുഅ്മിനീൻ, വിശ്വാസികളെ. പ്രവാചകന്റെ ഉപ്പാന്റെ സഹോദരന്മാരായിരുന്നു. അതിൽ ഏകദേശം വരുന്ന 9 പേരും ഇസ്ലാമിന് പുറത്തുപോയി. വൽ ഹംസത്ത് വൽ അബ്ബാസ് എന്നിവർ മാത്രം 11 ആളിൽ 9 പേരും പുറത്താണ്. അതിൽപ്പെട്ടതാണല്ലോ അബൂലഹബും അബൂജഹൽ പോലുള്ളവരൊക്കെ. അവരൊക്കെ പുറത്തുപോയി, ലാനത്താക്കപ്പെട്ടവരായി. അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുകയും ചെയ്തു. അതാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് മുഅ്മിനീന, മുഅ്മിനീങ്ങളായ അല്ലാഹുവിന്റെ അഖാരിബ്, അവരാണ് ആലി എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ടതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവരുടെ മക്കളും അവരുടെ പേരക്കിടാങ്ങളും. അപ്പോൾ ഇന്ന് നാം പരിശോധിക്കുമ്പോൾ അഹ്ലു ബൈത്തിന്റെ പരമ്പര ചെന്ന് മുട്ടുക ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങളിലേക്കാണ്, അവരിലേക്കാണ് എത്തിപ്പെടുക. അതിൽപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിലേക്ക് കാണപ്പെടുന്ന സിൽസിലയുള്ള സനദൊക്കെ മുത്തസിലായിട്ടുള്ള ആ പരമ്പര. നമുക്കറിയാം, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഒരു സമയത്ത് പറഞ്ഞല്ലോ, പ്രവാചകനോട് ബന്ധമുണ്ട് എന്ന്. ആ വളരെ എളുമത്വം നിറങ്ങുന്ന ആ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർമ്മയിലുണ്ട്. അപ്പോ അവരൊക്കെ അതിലേക്ക് അടുപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ പറയാം, നിസ്കാരത്തില് ഒരാൾ ചോദിച്ചു, ഇവരൊക്കെ സ്നേഹിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ പേരുള്ള ആലിനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നിസ്കാരം സഹീഹാവുകയില്ല എന്ന് വളരെ വ്യക്തമായി ഈ പാഠങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ചിന്തിച്ചാൽ തിരിയുന്നതാണ്. വഅല ആലിഹി വതുഹൽമീനിലെ വഅല ആലിഹി, അതാണ് നമ്മുടെ ശ്രദ്ധ, മനസ്സിലാക്കുക. വഅല ആലിഹി. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യമാരെ എണ്ണട്ടെ ആദ്യം. അതായത് സൗദ ബിവി റളിയല്ലാഹു തആല അൻഹ, സൗദ ബിൻത് സുംഅ, അതുപോലെ തന്നെ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു തആല അൻഹു, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹു, ഉമ്മു സലമ ഹിന്ദ് ബിൻത് ഉമയ്യ റളിയല്ലാഹു തആല അൻഹു, ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹു, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹും, ഇവരൊക്കെ അൻഹ എന്ന് പറഞ്ഞു തോന്നുന്നു. ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ, സഫിയ ബിൻതുൽ ഹൈ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു ഹബീബ ബിൻത് അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹ, മൈമുന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ, മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു തആല അൻഹ. ഇവരൊക്കെയും മഹാനായ പ്രവാചകന്റെ ഭാര്യമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഇവര് മഹാനായ പ്രവാചകന്റെ കുടുംബക്കാർ എന്നതിൽ അർത്ഥശങ്കയില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. നമുക്ക് അവരുടെ പേര് പറയുന്നത് എന്തുകൊണ്ട്? വഅല ആലിഹി, ആ കുടുംബത്തിന്റെ ഫദ്ല് നമ്മുടെ കിതാബിന്റെ ഈ ദർസിലൂടെ നമുക്ക് കിട്ടട്ടെ. അതുകൊണ്ട് പറഞ്ഞു പോകാം. മൈമൂന ബിൻത് സൗദ ബിൻത് സുംഅ റളിയല്ലാഹു തആല അൻഹ മുതൽ ഞാനിപ്പോൾ മാരിയത്തുൽ ഖിബ്തിയ്യ വരെ എണ്ണി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട പേരുകളിലുള്ളവരൊക്കെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മക്കള്, ആ മക്കളില് ഒന്ന് ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ. പിന്നെ മാരിയത്തുൽ ഖിബ്തിയ്യയിൽ നിന്നുള്ള ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് വരുമ്പോൾ പിന്നെ നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ വന്നത് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയായിരുന്നു, അലി റളിയല്ലാഹു തആല അൻഹയുമാണ്. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ, അൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു, വൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അവരിൽ നിന്നും കുറെ മക്കൾ വന്നിട്ടുണ്ട്. അതായത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഹംസ എന്നവരും, ജഅഫർ എന്നവര്, യാഖൂബ് എന്നവര്, മുഹമ്മദ് എന്നവര്, അംർ എന്നവര്, ഹുസൈൻ എന്നവര്, അബ്ദുറഹ്മാൻ, അൽ ഹസൻ, ഉമർ, അബ്ദുള്ള, അബൂബക്കർ, ഖാസിം, സെയ്ദ്, ഇവരൊക്കെയും ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽ വന്നതാണ്. റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളായിട്ട് വരും. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവിടുന്ന് വന്നത് ഉമ്മു കുൽസൂം സുഗ്റ, സൈനബ് സുഗ്റ, സുക്കീന, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹും, ഉമർ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു സൈദ് ആബിദീൻ, അലിയുൽ കബീർ, അബ്ദുള്ള, അബൂബക്കർ, ഈ പറയപ്പെട്ട പേരിലുള്ള ഇവരൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ പരമ്പരയിൽ വന്നവരാണ്. പിന്നെ നമുക്കറിയാം അലി റളിയല്ലാഹു തആലാനുവിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല, അതിലുണ്ടായിരുന്നു ഉമ്മു കുൽസും, സൈനബ്, മുഹസ്സിൻ എന്ന് പറയുന്ന ഒരു കുട്ടി. അപ്പോൾ ഇതൊക്കെ വായിച്ചത് എന്തിന് എന്ന് വെച്ചാൽ വഅല ആലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരുടെ മേലുണ്ടാവട്ടെ. അപ്പോൾ ലോകത്തിന്റെ അവസാനം വരെയും നിലനിൽക്കുന്നത് ഈ കുടുംബ പരമ്പരയാണ്. അപ്പൊ പ്രവാചകന്റെ ആ ബനു ഹാഷിം ബനു മുത്തലിബ് പരമ്പരയിലൂടെ വന്ന ആ പ്രവാചകന്റെ എളാപ്പമാർ അതിൽപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ ഭാര്യമാര് വരുന്നുണ്ട്, പ്രവാചകന്റെ മക്കൾ വരുന്നുണ്ട്, പേരക്കുട്ടികൾ വരുന്നുണ്ട്, ആ പേരക്കുട്ടികളോട് ബന്ധപ്പെട്ടവരൊക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ കിതാബിൽ എണ്ണിക്കാണുന്നുണ്ട് മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ ആ പരമ്പരയിലേക്ക് അങ്ങനെ മുട്ടുമ്പോൾ പേരക്കുട്ടിയിലേക്കാണ് എത്തുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹീദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്നെ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്നെ നമുക്കറിയാം ഷെയ്ഖുൽ ഹിന്ദ് ഖാജ മുഈൻ തശ്ശീദ് അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇങ്ങനെ പരമ്പര നീണ്ടു പോകുന്നു. ആ പരമ്പരകൾ മുഴുവനും ഈ ഒരു ശൃംഖല, ഈ ഒരു കണിയിലേക്കാണ് എത്തി, ഈ ഒരു അറ്റത്തേക്കാണ് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ പരമ്പര പരിശോധിക്കുമ്പോൾ എത്തിപ്പെടേണ്ടത് ഈ പറയപ്പെട്ട ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള്, മക്കളുടെ മക്കള്, ആ മക്കളുടെ മക്കളുടെ പരമ്പരയിലേക്ക് അങ്ങനെ മുട്ടും. അവരാണ് ആലി എന്ന് പറയുന്നത് എന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ വഅല ആലിഹി, ശ്രദ്ധിക്കുക, വഅല ആലിഹി, അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ആലിന്റെ മേലും കുടുംബക്കാരുടെ മേലും ഉണ്ടാവട്ടെ സ്വലാത്തു സലാം വർഷിക്കുമാറാവട്ടെ. ഐ, അതായത് ഒരു സംശയമല്ല, ഐ എന്നിടുന്നത് സംശയത്തിന് പിന്നെ സംശയത്തിന്റെ സ്ഥിതി ഇല്ലാത്ത സ്ഥലത്ത്, സംശയമുള്ള സ്ഥലത്താണ് ഈ ആനി എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഐ അഖാരിബി, റസൂലുള്ളാഹിന്റെ കുടുംബക്കാര്, അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ കുടുംബക്കാര്. ഞാൻ പറഞ്ഞു ആരാണ് മുഅ്മിനായ എന്ന് പറയാനുള്ള കാരണം, മിൻ ബനി ഹാഷിം, ബനി ഹാഷിം കുടുംബക്കാരാണ്, വൽ മുത്തലിബ്, ബനിൽ മുത്തലിബ് കുടുംബക്കാർ. ആ രണ്ട് പിന്നെ ഭാഗത്തുടെ, അത് ഖുറൈശി കുടുംബമാണ് റസൂലുള്ളാഹിന്റേത്. ആ ഖുറൈശിയിൽ തന്നെ മുസ്ലിമായവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പൊ ഖുറൈശികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കബീലയും. അതിൽ ഈ ബനു ഹാഷിം ബനു മുത്തലിബ് ആ ശൃംഖലയിലൂടെ, ആ തരീഖിലൂടെ വന്നവരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ വഖീല, അതായത് അബ്ദുൽ മുത്തലിബിന് അബ്ദു മനാഫ് എന്ന് ആ പരമ്പര അങ്ങനെയാണ് പോകും. ഇൻഷാ അല്ലാഹ് പറയണമെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ കുടുംബം പറയണമെങ്കിൽ തന്നെ ഒരുപാട് ദിവസങ്ങൾ ക്ലാസ് എടുക്കേണ്ടതാണ്. പക്ഷെ വഅല ആലിഹി എന്ന് പറഞ്ഞ പദത്തിൽ നമ്മൾ ഒന്ന് ചെറിയ ഒരു ഓർമ്മ ഉണ്ടാവട്ടെ എന്ന നിലക്കാണ് ദേശം കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇനി വരാം. അൽ മുത്തലിബ് വഖീല, വഖീല മറ്റൊരഭിപ്രായമുണ്ട്. എന്താണ്? ഹും, ആരാണ് ആര് എന്ന് പറഞ്ഞാൽ കുല്ലു മുഅ്മിനിൻ, കുല്ലു മുഅ്മിനിൻ എല്ലാ മുഅ്മിനുമാണ്, എല്ലാ മുഅ്മിനായ മനുഷ്യനും. അപ്പൊ പിന്നെ ഒരു സംശയം വരും, മുഅ്മിനായ മനുഷ്യന്മാര് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ആലാണ് എന്ന് പറയുമ്പോൾ നമുക്കും ആ പേര് വെക്കാം, നമ്മളും അതിൽ പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു സംശയം ഉദിക്കോലോ, എന്നൊരു ദോഷിയായ ആസിയായ മനുഷ്യനാണെങ്കിൽ ആ ആളോ, അതും ഷറഹിലൊക്കെ വിശദീകരിച്ചത് ആസിയാണെങ്കിലും പ്രവാചകന്റെ മുഅ്മിനായിട്ടുണ്ടെങ്കിൽ ആ പരമ്പരയിൽ, ആ കുടുംബത്തിൽ അംഗമാകാൻ കഴിയുമെന്ന് ഒരു അഭിപ്രായമാണ്, ഒരു പിന്നെ മുഖ്താറായ മുഅ്തമദായ അഭിപ്രായമല്ല. പക്ഷേ ഈ കൗലിനെ, ഈ രണ്ടാമത് പറഞ്ഞ കൗലിനെ അതിനെ മുഖ്താറാക്കപ്പെട്ടിട്ടുണ്ട്, അതിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കാരണം അതില് ലഈഫായ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അതായത് ആല് മുഹമ്മദിൻ കുല്ലു തഖിയ്യിൻ ആണ്, എല്ലാ മുത്തഖീങ്ങളായ ആളുകളും അള്ളാഹുവിന്റെ ആലിൽ പെടും എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ലഈഫാണ്. ലഈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്തിലാഹിൽ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട് ഞാനത്. ലഈഫ് എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ടതെന്നോ എടുക്കാൻ പറ്റാത്തതോ വളരെ മോശമാണ് എന്നൊന്നും അർത്ഥം വെക്കേണ്ടതില്ല. സഹീഹായ ഹദീസിനെ കുറിച്ചുള്ള താരീഫ് മുത്തസിൽ സനദ് ബിനഖലി അദിൽ താമുൽ ലബത്തി മുത്തസിൽ സനദ് ഗൈറ മുഅല്ലലിൻ വലാ ഷാദിൻ എന്ന് പറഞ്ഞതാണ് അതിന്റെ താരീഫ്. വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. അതില് ലബ്ത്ത് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതായത് ഹൃദ്യസ്ഥമാക്കുക, അതുപോലെ തന്നെ എഴുതി വെച്ചിട്ട് ശ്രദ്ധിക്കുക എന്ന്. അതിലെതിരെങ്കിലും ചെറിയൊരു കോട്ടം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ന്യൂനത കൊണ്ടാണ് ലഈഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് ലഈഫ് തീരെ എടുക്കണ്ട എന്നോ അത് ബലം കുറഞ്ഞാണെന്നോ തള്ളപ്പെടണമെന്നോ അർത്ഥത്തിലല്ല, അത് ഇസ്തിലാഹി കർമ്മ മനസ്സിലാക്കും. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആണ് ആ
കൗലിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്, മുഖ്താറാക്കപ്പെട്ടത് എന്ന് പറയുന്നു. പക്ഷേ ജസമ ബിഹി, കൗല് കൊണ്ട് ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞു. ആര്? അന്നബവിയു, നബവി ഇമാം തങ്ങൾ. എവിടെയാണ് പറഞ്ഞത്? ഫി ശറഹ് മുസ്ലിമിൻ, ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അർത്ഥം മനസ്സിലായി. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? വസ്സലാത്തു വസ്സലാമു, അള്ളാഹുവിന്റെ മേൽ, വസ്സലാത്തു വസ്സലാമു, അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ, അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും ഉണ്ടാവട്ടെ. പിന്നെ ആരുടെ മേലും ഉണ്ടാവട്ടെ? കൂട്ടിയർത്ഥം വെക്കണം. പിന്നെ ആരുടെ മേലും ഉണ്ടാവട്ടെ? വഅലാ ആലിഹി, വഅലാ ആലിഹി, വളരെ ശ്രദ്ധിക്കുക. വഅലാ ആലിഹി, ആലിന്റെ സ്നേഹം വെച്ചുകൊണ്ട് പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഅലാ ആലിഹി, അള്ളാഹുവിന്റെ കുടുംബക്കാരമേലും. ഈ ആര് എന്നുള്ള പദം നിങ്ങൾ വായിച്ചപ്പോ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരിക. റസൂലുള്ളാഹിന്റെ കുടുംബക്കാരുടെ വിഷയങ്ങൾ പറഞ്ഞ അതില് ഒരു കിതാബ് തന്നെ ഉണ്ട്. അത് ഫുള്ള് എത്രങ്ങാനും വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പോട്ടെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് അതിൽ നിന്ന് തന്നെ ഒന്ന് ഊഹിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോ അൽ അഖാരിബിൽ മുഅ്മിനീന, മുഅ്മിനായ അഖാരിബ് കുടുംബക്കാര്. അവർ ആരാണ്? അഖാരിബിൻ മിൻ ബനി ഹാഷിമിൻ, ബനി ഹാഷിമിനാൽ, വൽ മുത്തലിബ്, മുത്തലിബ് കബീലക്കാരാലും, വൽ മുത്തലിബിൻ അബ്ദു മനാഫ്. വഖീല, മറ്റൊരു അഭിപ്രായമുണ്ട്, മുഅ്തമദ് അല്ലാത്തൊരു അഭിപ്രായവും. ആര് എന്ന് പറഞ്ഞാൽ ആരാണ്? കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനുമാണ്. അത് ആശയാണെങ്കിലും ശരി, ആശയാണെങ്കിലും ശരി, അവരൊക്കെ അതിൽ പെടുന്നതാണ് എന്ന് കാണാം. വഖ്തിറ, ഈ ഖൗലിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ട്? ഖബറിൻ, ഒരു ഹദീസ് വന്നു. ലഈഫിൻ ഫീഹി, ഈ അഭിപ്രായത്തിൽ ലഈഫായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്താണ്? ആല് മുഹമ്മദിൻ കുല്ലു തഖിയ്യിൻ എന്നുണ്ട്. പക്ഷെ ആ ഹദീസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായത്തെ എടുത്തത്, രണ്ടാം അഭിപ്രായമായത് എന്നാണ് പറയുന്നത്. പിന്നെയോ ജസമ ബിഹിൻ നവവിയു, ഈ കൗല് കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ആര്? അന്നബി ഫി ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മുഅ്തമദായിട്ട് ആര് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്. പക്ഷെ മറ്റൊരു അഭിപ്രായം ഏതുമുണ്ട്? എല്ലാ തഖിയായ മുഅ്മിനീങ്ങളുമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അടുത്തത് വസ്വഹബിഹി, വസ്വഹബിഹി, അല്ലാഹുവിന്റെ അസ്ഹാബിന്റെ മേലും ഉണ്ടാവട്ടെ. വഹുവ ഇസ്മു ജംആണ്, ലിസ്വാഹിബി എന്ന മാനാക്കാണ്. ബിമാന സ്വഹാബി. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് നാളെ സംസാരിക്കാം. കുറച്ച് മുഖദ്ദിമ നമുക്ക് അങ്ങനെ പോവാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.